ഗൈസ് നമ്മളൊരു കുഞ്ഞ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. യൂട്യൂബിൽ കണ്ടതാണ്. വേറൊന്നല്ല ഗൈസ്, നമ്മുടെ വാഴപ്പൂ. എൻ്റെ സാറേ, എൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല. ഈ സ്മെല്ല് ഇഷ്ടമുള്ള ഒരാളൊന്ന് കമ്പനിയാണ്. ആകെ 2 പേര് ഈ വീഡിയോ കാണും, എന്നിട്ട് ഒരാൾ സ്കിപ്പ് അടിക്കും, ഒരാൾ പിന്നെ ഓടിച്ചോടിച്ച് കണ്ട് എന്നുള്ള ഒരാൾ ഈ പറയാൻ കേട്ടിട്ട് നിങ്ങളാരും അഹങ്കാരം വിചാരിക്കരുത് ഗൈസ്. എന്നാലും ഇത് അറിയാനായിട്ട് ഒരു ത്വര ഇരിക്കട്ടെ. അങ്ങനെ വാഴപ്പൂ എടുത്ത് ക്ലീൻ ആക്കാൻ നോക്കാം ഗൈസ്. ക്ലീൻ ആക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാഴപ്പൂവിൻ്റെ തേൻ കുടിക്കില്ലേ, ആ സാധനം കളയുക. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റില്ലാത്ത ഒരു സാധനം, തല്ലുണ്ടേക്ക് വെച്ചിട്ടൊരു സാധനമൊക്കെ ഉണ്ടാവും, ഒരു നാര് പോലത്തെ, അത് പറിച്ചളയുക. അങ്ങനെ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിനകത്ത് നമ്മൾ ഇട്ട് വെക്കുക കേട്ടോ. അത് കറുത്ത് പോയില്ല എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് കറുത്തൊന്നും പോയില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒപ്പം തൈര് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തൈര് ഇട്ടില്ല. എന്നാലും ജസ്റ്റ് ഈ ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കറുത്തൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടാസ്ക് വന്നത് ഗൈസ്. ടാസ്ക് വന്നതെന്ന് വെച്ചാൽ നമ്മൾ തീ കത്തിക്കുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് ഗൈസ്. അങ്ങനെ തീയൊക്കെ കത്തിച്ച് നമ്മൾ ചീനച്ചട്ടി വെച്ചു. അതിന് മുന്നേ നമ്മൾ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് 2 പച്ചമുളക്, കുറച്ച് നിറവില്ല 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഒപ്പം കടുകും ജീരകവും ഇത് രണ്ടും മിക്സായി പോകേണ്ട അവിടെയും പാളി ഗൈസ്. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അടിയിൽ ഭയങ്കര തീ ആയതുകൊണ്ട് അതും കത്തിപ്പോയി. എന്നാലും നമ്മൾ വീട്ടിലെ ഗൈസ് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടു. ലാസ്റ്റ് എന്നിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ വാഴപ്പൂ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നേരം അടുപ്പിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇളക്കി അത് മാറ്റി കഴിഞ്ഞു ഗൈസ്. ഇനിയാണ് നമ്മൾ കാത്തിരുന്ന ആ മൊമെൻറ്റ് ഗൈസ്. ആവശ്യത്തിൽ കൂടുതൽ ചോറും, ആവശ്യത്തിൽ കൂടുതൽ മുരികറിയും, അച്ചാറും, പിന്നെ നമ്മുടെ വാഴപ്പൂ തോരൻ എന്ന് പറയാല്ലേ. ഓക്കെ, അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ ടേസ്റ്റിംഗ് ടൈം എത്തി ഗൈസ്. എന്താ സാറേ, ഒന്നും പറയുന്നില്ല ഗൈസ്. അതിനകത്ത് ആവശ്യമായ പോരായ്മകൾ ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്താണ് പോരായ്മകൾ എന്ന് പറയുമ്പോൾ, നമ്മൾ ചീനച്ചട്ടി കൊടുക്കാതെ ചൂടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കടുകും ജീരകവും ഇട്ടത്. അപ്പോൾ ജീരകം കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അങ്ങനെ അച്ചാറും മുരികറിയൊക്കെ കൂട്ടി കഴിച്ചു. എൻ്റെ സാറ് ഇതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്ന ഗൈസ്. അതുകൊണ്ട് കട തന്നെ ഉള്ളൂ. ബൈ.